GermanVibzന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എവിടം വരെയായി നിങ്ങളുടെ എല്ലാം ക്രിസ്മസ് ആഘോഷങ്ങൾ? ഞങ്ങളും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ക്രിസ്മസും തുടക്കമായെന്നല്ല, ക്രിസ്മസ് അടുക്കാറായി. അപ്പം നമ്മളിപ്പോൾ ഒരു അഡ്വെൻറ്റ് ടൈമിലാണ്. അഡ്വെൻറ്റ് എന്ന് വെച്ചാൽ ക്രിസ്മസിനെ വരവേൽക്കുന്ന ടൈമാണ് അഡ്വെൻറ്റ്. അപ്പം ഓരോ സൺഡേസിലും നമ്മൾ അന്നേരം ഇവിടെ നമ്മൾ കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുതിരി കണ്ടില്ല, അത് നമ്മൾ 4 ആഴ്ച മീൻസ് ഓരോ സൺഡേയിലും ഓരോ മെഴുതിരി വീതം കത്തിക്കും. ആദ്യത്തെ സൺഡേയിൽ ഒരെണ്ണം, രണ്ടാമത്തെ സൺഡേയിൽ 2 എണ്ണം, അങ്ങനെ ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള സൺഡേയിലാണ് 4ാമത്തെ മെഴുതിരി കത്തിക്കുന്നത്. അപ്പം അഡ്വെൻറ്റ് ടൈം എന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടിലാണെങ്കിലും നോയമ്പും കാര്യങ്ങളും ഒരു ജസ്റ്റ് ഒരു ദൈവിക ഒരു ടൈം അല്ലേ, ക്രിസ്മസ് വരുന്നു എന്നുള്ളൊരു ഇതാണ് ഈ മെഴുകുതിരി കത്തിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ സൺഡേസിലും അതൊരു പ്രത്യേക അല്ലേ ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്രിസ്മസ് എന്ന് വെച്ചാൽ നാട്ടിൽ നമ്മൾ ക്രിസ്മസ് കേക്ക് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊടുക്കുന്നത്. അപ്പം അതിന് പകരമായിട്ട് ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ കുക്കീസ് കണ്ടില്ലേ, അപ്പം അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നത്. ഇതിന് പേരാണേൽ വൈനാക്സ് ഫ്ലെക്ഷൻ എന്നാണ് പറയുന്നത്. മീൻസ് ഒരു കുക്കീസ് എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഇതാണ്. പക്ഷേ ഇങ്ങനെ നമുക്ക് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ്, സ്റ്റാർസിൻ്റെത്, പിന്നെ ബെല്ലിൻ്റെത്, അങ്ങനെയൊക്കെ എല്ലാ ഷേപ്സിലും വാങ്ങിക്കാൻ കിട്ടും അല്ലേ. ആ അച്ച് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് വീട്ടിൽ ഉണ്ടാക്കുകയാണ്. അതെന്ന് വെച്ചാൽ കുട്ടികളുടെ ഒക്കെ കൂടെ നമ്മളാണെങ്കിൽ ഇത് മീൻസ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മളൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓരോരോ ഫോം അതിനകത്ത് നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. നമ്മുടെ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ആ ഡോ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ സംഭവം. അത് വെച്ചിട്ട് പിന്നെ ഈ അച്ചുകൾ വെച്ചിട്ട് പല ഷേപ്പിൽ നമുക്ക് എടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാൻ. നമുക്ക് ഈ കിൻഡർ ഗാർഡനിലൊക്കെ അവരെ കൊണ്ട് ഇത് ഉണ്ടാക്കിക്കും. അപ്പോൾ അവർക്ക് എന്നിട്ട് വീട്ടിൽ കൊടുത്തു വിടും. ഭയങ്കര സന്തോഷത്തിൽ അവർ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവർ അച്ഛനും അച്ചും അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു വിടും സ്കൂളിൽ നിന്ന്, കിൻഡർ ഗാർഡനിൽ നിന്ന്. പിന്നെ ഇതിനകത്ത് തന്നെ ജാം വെച്ചതുണ്ട്. അങ്ങനെ പല തരത്തിലെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതും പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ടൈമിൽ കിട്ടുന്ന ഒരു കേക്കാണ്. അതാണേൽ ബട്ടർ ഉണ്ട് അതിനകത്ത്, പിന്നെ ഉള്ളിൽ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ്. നമ്മുടെ നാട്ടിലെ ആ ഒരു ക്രിസ്മസ് കേക്കിന്റെ ഒരുമാതിരി ഒരു ഫോം തന്നെയാണ്. കുറച്ച് കട്ടി ഉണ്ടാവുന്നേ ഉള്ളൂ ഇതിന്. അതിന് ക്രിസ്റ്റോൾ എന്നാണ് പറയുന്നത്. പിന്നെ ഈ ട്രീ ഉണ്ട്, ഇതും ക്രിസ്മസ് ടൈമിൽ കിട്ടുന്ന ഒരു ഇതാണ് ഗിഫ്റ്റ്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇതിന്റെ മണ്ടിൽ ഇങ്ങനെ ഗ്ലിറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് അവർ കുറച്ച് നല്ല ഭംഗിയാണ് അത്. പിന്നുള്ളത് നമ്മുടെ സെന്റ് നിക്കോളാസ്. അത് നമുക്ക് സെന്റ് നിക്കോളാസ് ഡേ ഉണ്ട് 6 ഡിസംബർ. അത് അന്നാണേലും മീൻസ് സ്റ്റീഫിലിനകത്ത് ഷൂവിൽ അല്ലേ, ഷൂവില് വെച്ചിട്ട് വരും. കുട്ടികൾ രാവിലെ ഉണർന്നെണീറ്റ് വരുമ്പോൾ ആ ഗിഫ്റ്റ് അതിനകത്ത് വെച്ചേക്കും. അതിന്റെ പിന്നെ ഈ ചോക്ലേറ്റും പിള്ളേർക്ക് നമ്മളപ്പം വാങ്ങിച്ചു വെക്കും. അപ്പൊ ക്രിസ്മസ് ഡിസംബർ തുടങ്ങുമ്പോൾ തൊട്ട് സത്യം പറഞ്ഞാൽ ജർമ്മനിയിൽ ഒരു ആഘോഷങ്ങളാണ്. ഓരോ ദിവസവും ഇങ്ങനെ ക്രിസ്മസ് വരെയും ഇങ്ങനെ വിശേഷങ്ങളാണ്. പിന്നെ ക്രിസ്മസ് മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് ക്രിസ്മസ് ട്രീ ഒരുക്കൽ അതൊക്കെ ആയിട്ടൊരു ബഹളമാണ് ഡിസംബർ. ഇപ്പൊ എന്താ പറയുക, കൊറോണയൊക്കെയാണ്. എന്നാൽ പോലും ആഘോഷങ്ങളൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിന്റെ ഒരു തിരക്കിലാണ് ഇപ്പൊ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്. പിന്നെ നാട്ടിലെല്ലാവരും ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്ന ടൈമാണ്. അപ്പം നമ്മൾ ഓർത്തു നമ്മൾ നാട്ടിൽ ആ ഒരു ശരിക്കുള്ള ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നില്ല, അതിന് പകരം ഒരു റെഡ് വൈൻ കേക്ക് ഉണ്ടാക്കണം. ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ആർക്ക് വേണം. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും എല്ലാ ആഴ്ചയും കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യണം. പിന്നെ ഇതൊക്കെയുള്ളൂ ഞങ്ങളുടെ സന്തോഷങ്ങൾ. ഇതൊക്കെയാണ്. പിന്നെ കൊറോണ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പൊ ഇപ്പം പണ്ടത്തെ പോലെ ഭയങ്കര ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പള്ളിയിൽ പോണേ പോലും നേരത്തെ പറയണം അല്ലേ. അതെ, ഇവിടെ ഇപ്പം കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതലും വാക്സിൻ ഒക്കെ റിപ്പോർട്ടൊക്കെ കാണിക്കണം എങ്ങോട്ട് പോയാലും വാക്സിൻ എടുത്തതിൻ്റെ. അപ്പം അങ്ങനെയൊക്കെയാണ്. അതിൻ്റെയൊക്കെ ഇടയിൽ കൂടിയൊക്കെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അപ്പം നമ്മുടെ റെഡ് വൈൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് നമ്മുടെ റെഡ് വൈൻ ആണ് വേണ്ടത്. 140 ml ആണ് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് മൈദാപ്പൊടി 200 ഗ്രാം. പിന്നെ ഇത് ബ്രൗൺ ഷുഗർ, അതും 200 ഗ്രാമാണ് എടുക്കുന്നത്. പിന്നെ ഇത് ആൽമണ്ട് പൗഡറാണ്, അത് 140 ഗ്രാമാണ് എടുത്തേക്കുന്നത്.
പിന്നെ 250 ഗ്രാം ബട്ടർ, അതുപോലെ തന്നെ ഇത് വാനില ഷുഗറാണ്. ഇതാണെങ്കിൽ 8 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ ഇത് 16 ഗ്രാമിൻ്റെ ഒരു ബേക്കിംഗ് പൗഡർ, അതും ഒരു കംപ്ലീറ്റ് പാക്കറ്റ് നമ്മൾ ഈ ഒരു അളവിന് അത് വേണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ നമ്മുടെ പട്ട വേണ്ട, അതേപോലെ തന്നെ ഗ്രാമ്പൂ പൊടിച്ചതും ഒരു 1/4 ടീസ്പൂണ്, പിന്നെ 4 മുട്ട വേണം. പിന്നെ പൗഡേർഡ് ഷുഗർ വേണം. അത് ഇപ്പോഴല്ല, നമുക്ക് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൗഡേർഡ് ഷുഗർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിതേ മുട്ട പൊട്ടിച്ചതിലോട്ട് ഇടുകയാണ്, ഓരോരോന്നായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇത് മുട്ട ആദ്യം ജസ്റ്റ് ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് അല്ലേ പഞ്ചസാരയും കൂടി ചേർക്കാം. പഞ്ചസാര ഇടാം. ബ്രൗൺ ഷുഗറാണ്, അതിട്ടു. അതിൻ്റെ കൂടെ നമുക്ക് ബട്ടറും കൂടി ചേർത്ത് ഇത് എല്ലാം കൂടി അങ്ങ് ഒരുമിച്ചിട്ട് അടിച്ചാലും മതി കേട്ടോ. ഇങ്ങനെ സെപ്പറേറ്റ് ആവണമെന്നില്ല. എല്ലാം കൂടി നമുക്കങ്ങ് ഒരുമിച്ചിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മൈദയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മൾ ബേക്കിംഗ് പൗഡറും നമ്മുടെ മൈദ മാവും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ വീണ്ടും ഇതിനകത്തിട്ട് അഴിച്ചെടുക്കണം. മൈദമാവ് ഇട്ടു, പിന്നെ വനില ഷുഗർ ഇട്ടു, അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മുടെ ആൽമണ്ട് അതും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്യണം. ഈ ആദ്യം പതിയെ അടിക്കണം, എന്നിട്ട് പിന്നെ പെട്ടെന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. സ്പീഡ് അങ്ങ് കൂട്ടി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് റെഡ് വൈൻ ഒഴിക്കണം, പിന്നെ നമ്മുടെ പട്ടയ പൊടിയും ഗ്രാമ്പൂൻ്റെ പൊടിയും ചേർക്കണം. റെഡ് വൈൻ നമ്മൾ അളന്നെടുക്കുവാണ്. 140 ml ആണ് നമ്മൾ ഈ ഒരു അളവിന് വേണ്ട റെഡ് വൈന്. നല്ല മണം, നല്ല കളറും. നമ്മൾ ഇതിനകത്തോട്ട് വൈൻ ഒഴിച്ചു കൊടുക്കുന്നു. അതെ, അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ പൊടികൾ ഇട്ടാൽ മതി. മിക്സ് ചെയ്യുന്ന ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗ്രാമ്പ് പൊടിച്ചത് ഇടുവാണ്. കാലൊരിച്ചിരി കൂടെ ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കറുവാപ്പട്ട, അതാണെങ്കിൽ 1 ടീസ്പൂണും കൂടി ഇടണം. ഒരു സ്വല്പം ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള ചേരുവകൾ. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് അല്ലാതെ ഒറ്റയടിക്ക് അടിച്ചാലും ഓക്കെയാണ്, കാരണം എക്സ്ട്രാ ഒന്നും ചെയ്യാനൊന്നുമില്ല. എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് അടിക്കാനും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ 180 ഡിഗ്രിയിലാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഇത് അടിച്ചു കൊടുക്കുവാണേ, ഒരു സ്പാറ്റില ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ അതേ ബേക്കിംഗ് ഇത് ഒരു ബട്ടർ പേപ്പർ ഇട്ട് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ട്രെയിലോട്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഓവനിലോട്ട് വെക്കാം. അപ്പം എത്രയായിരുന്നു? 180 ഡിഗ്രിയിൽ നമുക്ക് 1 ഹവറാണ് ബേക്ക് ചെയ്യേണ്ടത്. 1 അവർ ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ആണെങ്കിൽ ഓവനകത്തായ ഈ ടൈം നമുക്ക് ഇനി ക്രിസ്മസ് ട്രീ ഇടാം. അപ്പോൾ ഇതാണെങ്കിൽ ഒറിജിനൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ്. പൈൻ മരമാണ്. അപ്പൊ ഇവിടെ മിക്ക വീടുകളിലും ഒറിജിനൽ ക്രിസ്മസ് ട്രീ ആണ് വെക്കുന്നത്. പ്ലാസ്റ്റിക് അങ്ങനെ വെക്കാറില്ല. ഒത്തിരി പേര് സ്വന്തമായിട്ട് ഇവിടുത്തെ കാട്ടിൽ പോയി വെട്ടിയൊക്കെയാണ് ജർമ്മൻകാരെ കൊണ്ട് അവരുടെ വീട്ടിൽ വയ്ക്കുന്നത്. പിന്നെ ഇത് നമ്മളാണെങ്കിൽ ഇവിടെ ഒത്തിരി അടുത്ത് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം
എല്ലാ വട്ടം നമ്മൾ അവിടെ പോയാണ് വാങ്ങിയത്. പക്ഷേ ഈ വട്ടം നമ്മൾ ഓൺലൈനിലാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഓൺലൈനിൽ ഇത് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അവരത് വീട്ടിൽ കൊണ്ട് തന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിലാണെങ്കിൽ വെള്ളം ഒഴിച്ച് വെക്കാനുള്ള എങ്ങനെയാ ഇവിടെ ഒരു ഇത് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ഒരു സ്റ്റാൻഡ് അതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ കാരണം ഇത് ഈ കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ ഇവിടെ ഇരിക്കുമല്ലേ. ഇപ്പം നമ്മൾ ഡെക്കറേഷൻ തുടങ്ങുന്നത് ഇപ്പോഴാണെങ്കിലും എപ്പോഴും ക്രിസ്മസിനോട് അടുക്കുമ്പോഴാണ് ഡെക്കറേഷൻ തുടങ്ങുന്നത്. അപ്പം അത് നല്ല പച്ചയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അതെ, ഇനി ക്രിസ്മസിന്റെ ദിവസങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതിന്റെ പല സൈസും വാങ്ങിക്കാൻ കിട്ടും അല്ലേ, ചെറുത് മുതൽ. അതെ, ഇത് നമ്മൾ എനിക്കൊന്ന് 1.5 തൊട്ട് 1.25 മീറ്റർ ആണ് ഇതിന്റെ വലിപ്പം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിന് വലിയ ചെറുതുകൊണ്ട് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിട്ട് അവരാണെങ്കിൽ ഇവിടുത്തെ സിറ്റിയിൽ നിന്ന് അവർ തന്നെ വന്ന് ഇത് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പം ആ ഒരു ഡേ നമ്മളോട് നേരത്തെ അവർ അറിയിക്കും. അപ്പോൾ ഇതെടുത്ത് ജസ്റ്റ് പുറത്ത് വെച്ചാൽ മതി, അവരത് കൊണ്ടുപോകും. അപ്പം ബുദ്ധിമുട്ടില്ല, നമ്മളിത് കൊണ്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഈസിയാണ് അതൊക്കെ കാര്യങ്ങളൊക്കെ. നല്ലൊരു മണവും അല്ല, ഇതൊരു പ്ലാസ്റ്റിക് പോലല്ല, നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല മണം കിട്ടും. പിന്നെ നമ്മളത് ഡെക്കറേഷൻ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയായിട്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ഇതാണ്. നമ്മളാണെങ്കിൽ എപ്പോഴും ഇതിനെ മണ്ടൊരു ഇത് ഇച്ചിരി കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇത് ടേസ്റ്റ് വെക്കാം. അതാണെങ്കിൽ സ്റ്റാർ കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഒക്കെയാണ് സാധനങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലൈറ്റ് കൊണ്ട് തുടങ്ങാം, എല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന ഈ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ ക്ലിപ്പ് ഇടണം, എന്നിട്ട് അത് തൂക്കിയിടാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞങ്ങൾ ഈ വർഷം എന്താ പറയുക, റെഡും ഗോൾഡനും ആണ് എടുത്തിരിക്കുന്നത് തീമായിട്ട്. അതെ, അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ക്രിസ്മസ് ഫാദറും പിന്നെ എന്താ നമ്മുടെ അല്ലേ, അതെ, കിളി മരത്തിലൊക്കെ വന്നിരിക്കും കിളികളായിട്ടുണ്ട് ഞങ്ങൾക്ക്. അങ്ങനത്തെ കുറേ മാലാകന്മാര് അതെ ഒക്കെ എല്ലാം ഉണ്ട് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയിലിടാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക, ഒന്ന് അസോർട്ട് ചെയ്ത് വെച്ച് വെക്കുകയാണ്. നമുക്കപ്പോൾ എളുപ്പമാണല്ലോ എല്ലാം ഒന്ന് റെഡി ആക്കാനായിട്ട്. നമ്മളുടെ കേക്ക് ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വേണ്ടി വരത്തില്ല, ഓരോരുത്തരുടെയും ഓവൻ്റെ അനുസരിച്ച് നോക്കുക. അപ്പം അതെ, ഒരു 45 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് നമ്മൾ പൗഡേർഡ് ഷുഗറാണ്, ഇത് 250 ഗ്രാം പൗഡേർഡ് ഷുഗറും 6 ടേബിൾ സ്പൂണ് റെഡ് വൈനും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് നമ്മളിതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് കണ്ടു, ഇതാണെങ്കിൽ നമ്മൾ ഇവിടെ 1-ാം തീയതി തൊട്ട് ഡിസംബർ 1 തൊട്ട് പിള്ളേരൊക്കെ ഉള്ളവർ നമ്മൾ ഇതിനകത്ത് ഓരോരോ ഗിഫ്റ്റ് വെക്കും. എന്നിട്ട് ഓരോ ദിവസം പിള്ളേർക്കുള്ള സന്തോഷം, രാവിലെ എണീക്കുന്നുണ്ട് ഇത് തുറന്ന് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ, അത് ചോക്ലേറ്റ് ആകാം, ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളാകാം. അപ്പോൾ ഇത് 24th വരെ ഉള്ളതോ ഉണ്ട്. പിന്നെ നമ്മളുടെ ഈ ക്രിസ്മസ് ട്രീയുടെ താഴെയാണ് നമ്മൾ എപ്പോഴും ഗിഫ്റ്റ് കൊണ്ട് വെക്കുന്നത്. ക്രിസ്മസ്
പിന്നെ നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് എപ്പോഴും ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. എന്നിട്ട് നമ്മൾ അത് ഇവിടുത്തെ ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പള്ളിയിൽ പോവുക, വരിക, നമ്മൾ എന്നിട്ട് ഗിഫ്റ്റ് തുറക്കുക. അതൊക്കെയാണ് ക്രിസ്മസിൻ്റെ ഒരു ഭയങ്കര ആഘോഷങ്ങൾ വരുന്നത്. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത് ലൈറ്റ് ലൈറ്റ് ഇട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ കേക്കായി ഇപ്പം വേണ്ട ട്രീ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ക്രിസ്മസ് ട്രീ. അതെ, നമ്മുടെ ഒരുക്കങ്ങളെല്ലാം ഒരുമാതിരി എല്ലാം കഴിഞ്ഞു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയിപ്പം അതെ ക്രിസ്മസ് വരുന്നു. അതെ, ഞങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങൾ കണ്ടതാണ് ഇതിന് മുന്നത്തെ ഞങ്ങളുടെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ ലിങ്ക് ഇട്ടായിട്ട് എല്ലാവരും പോയി കാണണം. ഇനി നമുക്ക് ക്രിസ്മസ് ആഘോഷിച്ചാൽ മതി. ക്രിസ്മസ് എത്തിക്കഴിഞ്ഞു. അതെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഒത്തിരി നന്മ നിറഞ്ഞ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ക്രിസ്മസ് ടൈമിലൊക്കെ. ഇപ്പം കൊറോണ ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ഈ ഉള്ള സിറ്റുവേഷൻ വെച്ച് എല്ലാവരും നന്നായിട്ട് എല്ലാവരും സേഫായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അതെ, ഹാപ്പി ന്യൂ ഇയർ. സോ ബൈ.